ചില മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം വന്നതനുസരിച്ച് ഞങ്ങളൊരു അന്വേഷണം നടത്തുകയുണ്ടായി. അത് ദുരന്തബാധിതരുടെ ദിവസവേതനവും ലൈവ്ലിഹുഡും കൂപ്പൺ വിതരണവും സമ്പൂർണ്ണമായി നിലച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. ആ വാർത്ത സ്വാഭാവികമായിട്ടും അങ്ങനെ പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങളോട് ഞാൻ വേറെ പ്രതിഷേധമോ ദേഷ്യമൊന്നും രേഖപ്പെടുത്തുന്നില്ല. പക്ഷെ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് അത് സൂചിപ്പിക്കുകയാണ്. ആദ്യമായിട്ടൊരു കാര്യം പറയട്ടെ. ഏപ്രിൽ മാസത്തിലെ 300 രൂപ വെച്ചുകൊണ്ടുള്ള ദിനബത്ത മാസം 9,000 രൂപ വീതം ഒരു കുടുംബത്തിലെ 2 ആൾക്ക് കിട്ടുന്ന പണം ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ മുഴുവൻ ദുരന്തബാധിതരുടെ അക്കൗണ്ടിൽ ഏപ്രിൽ മാസത്തെ കൂടി എത്തും. നാളെ രാവിലെ ആർക്കും ബാങ്കിൽ പോയി അത് വിഡ്രോ ചെയ്യാനുള്ള സൗകര്യവും സംവിധാനവും ഉണ്ടായിരിക്കും. ഏപ്രിൽ മാസത്തെ ദിനബത്ത 18-ാം തീയതി വരെ വൈകി എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. ഞാൻ നേരത്തെ ആലോചിച്ചു, പല മാധ്യമ സുഹൃത്തുക്കളുടെയും അക്കൗണ്ടിൽ ആ മാസത്തെ ശമ്പളം വരുന്നതിന് മുമ്പ് ഈ മാസത്തെ ദിനബത്ത കൂടി എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ മാസത്തെ എത്തിച്ചേരാൻ 18 ദിവസം വൈകിയത് എന്തുകൊണ്ടാണെന്ന ചോദ്യം സർക്കാരിനെതിരെയാണ് തിരിക്കുന്നത്. അതിലും വിരോധമില്ല. പക്ഷേ 18/1/2026 സർക്കാരിൻ്റെ ദുരന്ത നിവാരണ വകുപ്പിൻ്റെ 41/2026 ഉത്തരവ് പ്രകാരം ജൂൺ മാസം വരെ ദിനബത്ത എല്ലാവർക്കും കൊടുക്കാനുള്ള ഉത്തരവ് 18/1/2026 തന്നെ ഗവൺമെൻറ് ഇറക്കിയിട്ടുണ്ട്. അത് ജൂൺ മാസം 2026 വരെ ആ ദിനബത്ത കൊടുക്കാനും അതിനു മുമ്പ് വീടിൻ്റെ താക്കോലേറ്റ് വാങ്ങിയതായിട്ട് ഇപ്പോൾ നമ്മൾ കരുതുന്നില്ല. വീട്ടിൽ താമസം തുടങ്ങും വരെ അത് കൊടുക്കാനും വേണ്ടിയിട്ടുള്ള ഉത്തരവ് 18/1/2026 സർക്കാർ ഇറക്കിയിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്ത് ഒരു ഉത്തരവ് ഒരു കുറവുണ്ടായിട്ടില്ല. പക്ഷെ എന്തുകൊണ്ട് ഏപ്രിൽ ആദ്യം കിട്ടിയില്ല? സാധാരണ നിലയിൽ മാർച്ച് മാസം 31 കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എക്കണോമിക്കൽ ഇയർ എൻഡിംഗ് ആണ്. എക്കണോമിക്കൽ ഇയർ എൻഡിങ്ങിന് മുമ്പ് TSP അക്കൗണ്ടിലേക്ക് മാറ്റിയില്ലെങ്കിൽ അതേ അക്കൗണ്ടിൽ തന്നെ കിടന്നാൽ ഓട്ടോമാറ്റിക്കായി ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും ഇന്ത്യ ഗവൺമെൻറ്റും അത് തിരിച്ച് ഫിനാൻസ് വകുപ്പിലേക്ക് പോകും. വീണ്ടും ഏപ്രിൽ മാസം മുതൽ അത് തിരിച്ച് അലോട്ട് ചെയ്യണം. ഈ ഒരു പ്രക്രിയ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ടും എല്ലാ ഏപ്രിൽ മാസത്തെയും ആദ്യത്തെ 2 ആഴ്ച ശമ്പളത്തിനാണ് മുൻഗണനാപ്രകാരമായിട്ടുള്ള സംവിധാനം ഉണ്ടാവുക എന്നുള്ളത് കൊണ്ടും ഇന്നലെ വൈകുന്നേരമാണ് അത് ക്യാഷ് ചെയ്തത് എന്നുള്ളത് ഒഴിച്ചാൽ അക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കുറവും ഉണ്ടായിട്ടില്ല. പറയാൻ മറന്നുപോയൊരു കാര്യം, 20 മാസവും ഒരു മാസം പോലും തെറ്റാതെ വാടകയും ദിനബത്തയും കൂപ്പണും ഈ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകർ പറഞ്ഞതുപോലെ അത് സർക്കാരിൻ്റെ ഔദാര്യമൊന്നുമല്ല, അത് നാട്ടിലെ ജനങ്ങളുടെ അവകാശമാണ്. പക്ഷേ ഇന്ത്യയിൽ മറ്റൊരിടത്തും ഒരു ദുരന്തം ഉണ്ടായി 21 മാസം ഈ മാസം അടക്കം മുറ തെറ്റാതെ അത് കൊടുക്കുന്നത് ഒരുപക്ഷെ ഇവിടെ ഉണ്ടായി ചൂരൽമല ദുരന്തത്തിൽ മാത്രമായിരിക്കും. കേരളത്തിലും മുമ്പ് അത്തരം ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. STRFൽ നിന്ന് സാധാരണ അത് അനുവദിക്കാൻ പറ്റുക 3 മാസക്കാലത്തേക്കാണ്. സർക്കാർ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നോംസ് അനുസരിച്ച് കൂടിയാൽ 3 മാസം കൂടി കൂട്ടി കൊടുക്കാം, 6 മാസം. പക്ഷേ 21 മാസക്കാലമായിട്ടും അത് കൊടുക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ജൂൺ മാസം വരെയുള്ള ഉത്തരവുള്ളത് കൊണ്ട് മറ്റൊന്നും ഭയക്കേണ്ടതില്ല. രണ്ടാമത്തെ പ്രശ്നം, ഏപ്രിൽ മാസത്തെയും മെയ് മാസത്തെയും ഫുഡ് കൂപ്പൺ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ആ ഫുഡ് കൂപ്പണിൻ്റെ മാതൃകയാണിത്. മാർച്ച് മാസത്തിൽ കോഡ് ഓഫ് കോണ്ടാക്ട് വരുന്നതിന് മുമ്പ് തന്നെ മാർച്ച് മാസത്തിലെയും ഏപ്രിൽ മാസത്തിലെയും മെയ് മാസത്തിലെയും കൂപ്പൺ അടിച്ച് കഴിഞ്ഞ ദിവസം പോലും സപ്ലൈക്കോക്ക് 25 ലക്ഷം രൂപ ചെലവുകൾക്ക് വിതരണം ചെയ്ത് സർക്കാർ അക്കാര്യത്തിൽ കൃത്യത വരുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും സ്ഥലത്ത് അത് വിതരണം ചെയ്യേണ്ട കുടുംബശ്രീ അംഗങ്ങൾ അത് കൊടുക്കാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാലതാമസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുകയും കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മാർച്ച് മാസത്തിലെയും ഏപ്രിൽ മാസത്തിലെയും മെയ് മാസത്തിലെയും ഇത് കിട്ടിയിട്ടില്ലേ എന്ന് ഉറപ്പുവരുത്താൻ ജില്ലാ ഭരണകൂടം ആവശ്യമായ സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യും. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഉണ്ടായ ക്രാക്കിനെ സംബന്ധിച്ച് അതിപ്പോൾ നമുക്ക് ഏതാണ്ട് ക്ലിയറായി. സാധാരണ നിലയിൽ നമ്മുടെ ഒരു വീട് പണിതാൽ ആ വീട്ടിൽ സാധാരണ ചെയ്യുന്ന നടപടിക്രമങ്ങളല്ല ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന 7-ാം നമ്പർ വീട് സാധാരണ ഭാരം കുറയണമെങ്കിൽ 3 അടി താഴ്ചയിലേക്ക്, കൂടിയാൽ ഒരു 1.5 മീറ്റർ അടിയിലേക്ക് ഭാരം കോരി അപകടകരമായ സ്ഥലത്ത് വരെ അവിടെ തറകെട്ടുകയാണ് പതിവ്. ഇവിടെ നമ്മുടെ തേയില ചെടികൾ ഉള്ളത് പിഴുതെടുത്ത് കളഞ്ഞൊരു സ്ഥലമാണ് എന്നുള്ളത് കൊണ്ട് 10 മീറ്റർ വരെ ആവശ്യമായി വന്നാൽ താഴത്തേക്ക് 10 അടി വരെ 3-4 മീറ്റർ അല്ലെ 10 അടി വരെ താഴത്തേക്ക് കുഴിയെടുത്ത് അതിൽ ബീം കെട്ടി 9 കോൺക്രീറ്റ് ഭിത്തികളും 45 സെൻറ്റിമീറ്റർ കനത്തിൽ ഒരു പ്ലിന്ത് ബീമും റൂഫ് ബീമും ഓരോ വീടിനും വെച്ചാണ് ഇത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്.
58 ഘട്ട ഗുണനിലവാര പരിശോധന കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഓരോ മെറ്റീരിയലും പുറത്തിറക്കുന്നത്. അത് കിഫ്കോണും അതുപോലെ തന്നെ യൂരാളുങ്കലും സർക്കാരുമായിട്ടുണ്ടാക്കിയ ഒരു ത്രികക്ഷി കരാറിൻ്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങളാണ്. അത് തുടർച്ചയായി നമ്മൾ പിന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വീട് പൂർത്തിയായാൽ വീട് പൂർത്തിയായ വഴിക്ക് വീട് കൊടുക്കാൻ പറ്റില്ല. ആ വീടിൻ്റെ മുകളിൽ 24 മണിക്കൂർ വെള്ളം അടിച്ചു നിർത്തി വെള്ളം കിനിയുന്നുണ്ടോ എന്ന് നോക്കും. അപൂർവമായി ചില സ്ഥലത്ത് അങ്ങനെ കിനിയും. അങ്ങനെ കിനിഞ്ഞൊരു വീടാണത്. കുറച്ചു ദൂരം അങ്ങനെ കിനിഞ്ഞിട്ടുണ്ട്. ഒരു ഷ്രിങ്ക് എന്ന് പറയും. അങ്ങനെ വരുന്നതിന് ചുറ്റും കടലാസ് പെൻസിൽ കൊണ്ട് ഒരു സാധനം രേഖപ്പെടുത്തും. അങ്ങനെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു എപ്പോക്സി ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ ഭാഗമായി നടത്തും. ഇത് സാങ്കേതിക പദമാണ്, അതുകൊണ്ടാണ് ഞാൻ നോക്കിയത്. ഒരു എപ്പോക്സി ട്രീറ്റ്മെൻറ്റ് അതുമായി ബന്ധപ്പെട്ട് നടത്തും. അതായത് വീണ്ടും വെള്ളം ഒഴിച്ചാൽ കിനിയാൻ പാടില്ല എന്നത് ഉറപ്പുവരുത്താനുള്ള ഒരു നടപടിക്രമമാണ്. അത് കഴിഞ്ഞിട്ട് ഇനി ആ വീട്ടിൽ 24 മണിക്കൂർ വീണ്ടും വെള്ളം കെട്ടി നിർത്തും. വെള്ളം കെട്ടി നിർത്തി ഏതെങ്കിലും വിധത്തിലുള്ള ലീക്കില്ല എന്ന് ഉറപ്പിച്ചാലും അവസാനിപ്പിക്കില്ല. എല്ലാ വീടുകളിലും ചോർച്ചയില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഒരു വാട്ടർ പ്രൂഫിംഗ് നടത്തും. ആ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ മുകളിലായി 2 മുതൽ 7 സെൻറ്റിമീറ്റർ വരെ ചെരിച്ചുകൊണ്ട് സ്ക്രീഡ് കോൺക്രീറ്റിംഗ്, അതായത് വെള്ളം കെട്ടിക്കിടക്കാതെ പുറത്തു പോകാൻ പറ്റുന്ന സ്ക്രീഡ് കോൺക്രീറ്റിംഗ് നടത്തും. ഇത്രയും കഴിഞ്ഞതിന് ശേഷമാണ് ഒരു വീടിനകത്തേക്ക് വെള്ളം ഇറങ്ങില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് ഇത് കൊടുക്കുള്ളൂ. വീട് കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം ഊരാളുങ്ങൾ തയ്യാറാക്കിയാൽ എല്ലാവിധ സാങ്കേതിക പരിശോധന നടത്താൻ പറ്റുന്ന കിഫ്കോണിൻ്റെ ടീം സംയുക്ത പരിശോധന നടത്തും. ഊരാളുങ്കരും കിഫ്കോണുമായി സംയുക്ത പരിശോധന നടത്തും. എന്നിട്ടും തീർന്നില്ല. ആ സംയുക്ത പരിശോധനയ്ക്ക് ശേഷം ആരാണോ വീടിൻ്റെ ഉടമസ്ഥൻ, ആ വീടിൻ്റെ ഉടമസ്ഥനും ഊരാളുങ്കലും കിഫ്കോണും കൂടി വീണ്ടും സംയുക്ത പരിശോധന നടത്തും. ഈ 3 പരിശോധനകൾ, ഒന്ന് ഊരാളുങ്കൽ നേരിട്ട് നടത്തുന്നത്, പിന്നെ ഒന്ന് ഊരാളുങ്കലും കിഫ്കോണും കൂടി നടത്തുന്നത്, 3 ഊരാളുങ്കലും കിഫ്കോണും ആരാണോ വീടിൻ്റെ ഉടമസ്ഥൻ. ഇപ്പോൾ 33-ാം നമ്പർ വീട്ടുകാരൻ ഒരു സംശയം രേഖപ്പെടുത്തി അദ്ദേഹത്തിൻ്റെയും ബന്ധപ്പെട്ടവരോട് പരിശോധിക്കാൻ പറയും. 3 പേരും സംയുക്തമായി നടത്തിയതിന് ശേഷമാണ് വീട് കൈമാറുക. വീട് കൈമാറിക്കഴിഞ്ഞാൽ അപ്പോഴും ലൈബിലിറ്റി തീരില്ല. വീട് കൈമാറിക്കഴിഞ്ഞാൽ ഒരു ക്രാക്ക് ഉണ്ടായാൽ സർക്കാരാണോ സമാധാനം പറയേണ്ടത്? അല്ല. പക്ഷെ ആരും സമാധാനം പറയാനുണ്ടോ? ഉണ്ട്. 5 വർഷത്തേക്ക് സിവിൽ വർക്കുകൾക്ക് ഒരു ഡിഫക്റ്റ് ലൈബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ ഉറപ്പിച്ചിട്ടുണ്ട്. ഇത് കൈമാറിക്കഴിഞ്ഞാലും 3 പരിശോധന നടത്തി ഇത് കൈമാറിക്കഴിഞ്ഞാലും 5 വർഷക്കാലത്തേക്ക് ഏതെങ്കിലും ഒരു ഡിഫക്റ്റ് നിർമ്മാണത്തിലുണ്ടെങ്കിൽ ഊരാളുങ്കൽ കമ്പനി നിർബന്ധമായും ആ ഡിഫക്റ്റ് ക്യൂർ ചെയ്യാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ക്യൂർ ചെയ്തില്ലെങ്കിലോ, ക്യൂർ ചെയ്യും വരെ ഒരു നിശ്ചിതമായ സംഖ്യ, എനിക്ക് തോന്നുന്നത് 2.5% സംഖ്യ ഓരോ വീടിൻ്റെ പേരിലും ഉള്ളത് സർക്കാർ പിടിച്ചു വയ്ക്കും. 5 കൊല്ലം കഴിഞ്ഞ് ആരുടെയും പരാതി അവരുടെ വീടുകളിൽ ഇല്ലെങ്കിൽ ആ വീടുകളുടെ സർക്കാർ പിടിച്ചു വച്ചിട്ടുള്ള ഊരാളുങ്കലിൻ്റെ പണം നമ്മൾ റിലീസ് ചെയ്യും. അത്രയും ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഈ വീടുകളുടെ നിർമ്മാണത്തെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും മാധ്യമ സുഹൃത്തുക്കൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് വളരെ ഗുണകരമാണ്. ഞങ്ങൾക്കത് പരിശോധിക്കാൻ. പക്ഷെ ഇല്ലാത്ത ആശങ്ക, ദയവായി ഏതെങ്കിലും തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ നേരിട്ട് ചോദിച്ച് ബന്ധപ്പെട്ടവരോട് ചോദിച്ച് ഉറപ്പാക്കിയതിന് ശേഷം പറയുകയായിരിക്കും നല്ലത്. അപമാനിക്കപ്പെടുന്നത് സർക്കാരല്ല, അപമാനിക്കപ്പെടുന്നത് ഊരാളുങ്കലോ കിഫ്കോണോ അല്ല, അപമാനിക്കപ്പെടുന്നത് നമ്മളെല്ലാവരും ചേർന്നിട്ടുള്ള കേരളമാണ് എന്ന കാര്യത്തിൽ നമുക്ക് ഒരു ഉത്തരവാദിത്ത ബോധം മറ്റെല്ലാവരെ പോലെ നമുക്കും ഉണ്ടാകണം. വീടുകൾ ഏപ്രിൽ 15-ന് കൊടുക്കാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. ഇത് 3ാമത്തെ ചോദ്യം. മുഖ്യമന്ത്രി പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് ഊരാളുങ്കൽ കമ്പനി ഈ കാര്യത്തിൽ അതിനുള്ളിൽ കൊടുക്കാം എന്ന കാര്യത്തിൽ ഉറപ്പുവരുത്തിയതിന് ശേഷം തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു കുറവുണ്ടായത് കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ്, അസം, ബംഗാൾ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ടുള്ള ജീവനക്കാർ, കുറേ ആളുകൾ കേരളത്തിൽ വോട്ട് ചെയ്യുന്നവരുമായി ബന്ധപ്പെട്ട് പോയി. അസമിലും ബംഗാളിലും വോട്ട് ചെയ്യേണ്ടവർ അഡ്വാൻസായി ആ സ്ഥലങ്ങളിലേക്ക് പോയി. ഇതിൻ്റെ ഒരു ചെറിയ കുറവുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ, ഞാനിന്ന് രാവിലെ നോക്കിയപ്പോൾ 625 തൊഴിലാളികൾ ഫീൽഡിലുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ ആളുകൾ തിരിച്ചു വരും. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ 102 വീടുകളുടെ പൂർണ്ണമായിട്ടുള്ള നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്നാണ് കിഫ്കോൺ നൽകിയിട്ടുള്ള, ഊരാളുങ്കൽ നൽകിയിട്ടുള്ള വിവരം. 102 വീടുകൾ. 25-നകത്ത് 178 വീടുകളുടെയും ചെറുതും വലുതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനുണ്ടെങ്കിൽ പൂർത്തീകരിക്കും. 14 കിലോമീറ്റർ റോഡാണ് ഈ 178 വീടുകൾക്കിടയിലൂടെ വരാനുള്ളത്. ആ 178 വീടുകൾക്കിടയിലൂടെ വരാനുള്ള
റോഡുകളുടെ നിർമ്മാണവും ഈ 10 ദിവസത്തിനുള്ളിൽ പൂർത്തിയാകും എന്നാണ് കിഫ്കോണും ഊരാളുങ്കലും നമുക്ക് നൽകിയിട്ടുള്ള ഉറപ്പ്. അപ്പോൾ ആ കാര്യത്തിൽ ഏറ്റവും വേഗതയിൽ വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ കിഫ്കോണും ഊരാളുങ്കലും സംയുക്തമായ പരിശോധന, വീട്ടുകാരനും ഊരാളുങ്കലും കിഫ്കോണും കൂടിയിട്ടുള്ള സംയുക്തമായ പരിശോധന കഴിഞ്ഞ് വീട് കൈമാറുമ്പോഴും 5 കൊല്ലം ഇവർക്ക് ഏത് പരാതി ഉണ്ടെങ്കിലും പരിഹരിക്കപ്പെടാതെ പൂർണ്ണമായ പണം കൊടുക്കില്ല എന്ന സർക്കാരുമായി ബന്ധപ്പെട്ട ഗ്യാരണ്ടി ഇതെല്ലാം ഈ നഗരത്തിനകത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധയോടെ അറിയിക്കുകയാണ്. അതുകൊണ്ട് വീടുകളുടെയും റോഡുകളുടെയും ഈ 178 എണ്ണത്തിൻ്റെ ഏപ്രിൽ അവസാനത്തോടെ പൂർത്തീകരിക്കും എന്നാണ് ബന്ധപ്പെട്ടവർ നൽകിയിട്ടുള്ള ഉറപ്പ്. ആ ഉറപ്പ് കേൾക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 10-15 ദിവസം ഉണ്ടായിട്ടുള്ള വൈകൽ സ്വാഭാവികമായിട്ടും ആ വിധത്തിലാണ്. മെയ് മാസം ആദ്യവാരം തന്നെ ആളുകൾക്കൊക്കെ സ്വാഭാവികമായിട്ടും ഈ വീടുകളിലേക്ക് വരാനുള്ള സൗകര്യമുണ്ട്. വീടുകളിൽ വന്ന് താമസിക്കുന്നവർക്ക് ഫർണിച്ചർ വാങ്ങാൻ 1 ലക്ഷം രൂപ വരെ കൊടുക്കാം എന്ന് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. അത് കോഡ് ഓഫ് കോണ്ടക്റ്റിനെ ബാധിക്കില്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് അതിന് മുമ്പ് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള ഫർണിച്ചറുകൾ മേടിക്കാം. സർക്കാർ കോമണായി ഏതെങ്കിലും ഒരു ഏജൻസിയെ കൊണ്ട് അത് കൊടുക്കുകയല്ല, അവർക്ക് ഇഷ്ടമുള്ളത് മേടിച്ച് ബില്ല് ഹാജരാക്കുന്ന പക്ഷം ആ പണം ഉത്തരവാദിത്വത്തോടു കൂടി ജില്ലാ ഭരണകൂടം കൊടുക്കാനായി ബന്ധപ്പെട്ട ഇതിൻ്റെ സ്പെഷ്യൽ ഓഫീസുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടവുമായി കൂടിയാലോചിച്ച് അത് കൊടുക്കാനുള്ള സംവിധാനം കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. എൻ്റെ ഞാൻ തന്നെ ചോദിക്കുന്ന, നിങ്ങളും കൂടി ചോദിക്കുന്ന 3 ചോദ്യങ്ങളുടെ പ്രസക്തമായ ഉത്തരം ഇതാണ്. ഒരു ചോദ്യം എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ ഞങ്ങളെക്കുറിച്ച് പറയുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യം, കല്ലിട്ടതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞൊരു അഭിപ്രായ പ്രകടനത്തെക്കുറിച്ചാണ്. അഭിപ്രായ പ്രകടനത്തെക്കുറിച്ചൊന്നും ഞാൻ വീണ്ടും പറയുന്നില്ല, ഞാനതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. മാർച്ച് 27-ാം തീയതി ഈ മണ്ണിൽ കല്ലിടുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ട്രോളിങ്ങുകളെക്കുറിച്ച് ഓർത്താണ് ഞാൻ അവിടെ അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഇപ്പോഴും കോൺഗ്രസ്, ഞാൻ പരസ്യമായി അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല, പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല, കോൺഗ്രസ് വിലയ്ക്ക് മേടിച്ചു എന്ന് പറയപ്പെടുന്ന പ്രദേശത്ത് കല്ലിട്ടതല്ലാതെ മറ്റൊരനക്കവും ഉണ്ടായിട്ടില്ല എന്ന ചോദ്യം വളരെ ഗൗരവമായി പൊതുസമൂഹത്തിനോട് മറുപടി പറയേണ്ടതാണ്. സർക്കാരിൻ്റെ പണം, സർക്കാരിൻ്റെ കയ്യിലുള്ള പണം ജനങ്ങൾ നൽകിയിട്ടുള്ള പണമാണ്. കോൺഗ്രസ് പിരിച്ചതും ജനങ്ങളുടെ കയ്യിൽ നിന്നാണ്, എല്ലാവരും പിരിച്ചതും ജനങ്ങളുടെ കയ്യിൽ നിന്നാണ്. ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കുമൊക്കെ മറുപടി പറയുകയായിരുന്നു റവന്യൂ മന്ത്രി കെ രാജൻ.